സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം അവർ തിരിച്ചറിയുന്നത് നമ്മൾ നൽകുന്ന ഓരോ ഭക്ഷണത്തിലൂടെയുമാണ്. ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള എളുപ്പവഴി അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം നൽകുന്നതിലൂടെ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്കായി ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒരു ചിക്കൻ മഞ്ചൂരിയൻ ആണ്. വളരെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ നമുക്ക് തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് തുടങ്ങാം. ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു വലിയ ക്യാപ്സിക്കം ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, ഒരു വലിയ സവാളയാണ് എടുത്തു വച്ചിരിക്കുന്നത്, അതിങ്ങനെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, മൈദപ്പൊടി, കോൺഫ്ലോർ, ആവശ്യത്തിന് ചേർക്കാൻ വിനാഗിരി, ഒരു എഗ് വൈറ്റ്, അല്പം പഞ്ചസാര, ചില്ലി പൗഡർ, ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ്, പെപ്പർ പൗഡർ. ചില്ലി സോസ് നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി അല്പം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു 5 ഉണക്കമുളക്, 4 വെളുത്തുള്ളി, അല്പം വലിയ ജീരകം എന്നിവ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോർ അല്പം ചേർത്ത് കൊടുക്കുക, അല്പം മൈദപ്പൊടി ചേർക്കുക, ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ എഗ് വൈറ്റും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. നമുക്ക് ചില്ലി സോസ് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് വെള്ളം ഒഴിക്കരുത്, ഇത് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ചില്ലി സോസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ കളർ ആകുന്നത് വരെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോളിഫ്ലവർ യൂസ് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിൽ നമുക്ക് മഞ്ചൂരിയൻ
റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്രൈ ആകാനൊന്നും പാടില്ല. അതിൻ്റെ പച്ചമണം ഒന്ന് പോയാൽ മതി. 1 മിനിറ്റ് നേരം ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആകരുത്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്ക് ഒന്ന് ചവക്കാൻ കിട്ടണം, ആ ഒരു പരുവത്തിലായിരിക്കണം ഇത്. ഇതിലേക്ക് നമുക്ക് അല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചില്ലി സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം സോയാ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പസമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എത്ര പെട്ടെന്നാണ് നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാതൊരുവിധ കളർ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.